ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് കടലയും പൊട്ടാറ്റോയും കൂടെ വെച്ച് തേങ്ങയൊന്നും അരച്ച് ചേർക്കാതെ നല്ല തിക്ക് ഗ്രേവിയോട് കൂടിയിട്ടുള്ള സൂപ്പർ ടേസ്റ്റിലുള്ള കടലക്കറി റെഡിയാക്കാം. കടലക്കറി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1 കപ്പ് കടലയാണ് എടുത്തിട്ടുള്ളത്. അത് ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ചതാണ്. കടല ഇപ്പോൾ ഞാൻ കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 2 പൊട്ടാറ്റോ കട്ട് ചെയ്ത് വെച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. പൊട്ടാറ്റോ ചേർത്ത് കൊടുക്കുമ്പോൾ തേങ്ങയൊന്നും അരച്ചില്ലെങ്കിലും നല്ല തിക്നെസ് ലഭിക്കും. ഇതിലേക്ക് 2 പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചതും ചെറിയൊരു പീസ് ഇഞ്ചി ചതച്ച് വെച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി വേപ്പില ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഇനി 2.5 ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം 2 വിസിൽ ഹൈ ഫ്ലെയിമിലും 3 വിസിൽ ലോ ഫ്ലെയിമിലും വെച്ച് വരുത്തി നന്നായി തന്നെ കടല ഒന്ന് വേവിച്ചെടുക്കണം. കടല വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലോട്ടുള്ള മസാല റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഇപ്പോൾ ഒരു പാൻ വെച്ച് 2.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ആദ്യം 5 വെളുത്തുള്ളി നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 2 സവാള കട്ട് ചെയ്ത് വെച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ നന്നായി തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള അല്പം ഉപ്പ് കൂടെ ഈ സമയം ചേർത്ത് കൊടുക്കാം. സവാളയും പെട്ടെന്ന് വഴഞ്ഞു കിട്ടും. കടലയിൽ നമ്മൾ ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതിലേക്കുള്ള ഉപ്പ് മാത്രമേ ഇപ്പോൾ ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി സവാള എല്ലാം ഒന്ന് കളർ മാറി വരുന്നവരെ നന്നായി തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടെ തന്നെ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത ശേഷം അതിലുള്ള ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കണേ. അപ്പോഴാണ് ഞാനിടുന്ന വീഡിയോസെല്ലാം നോട്ടിഫിക്കേഷൻസ് ആയിട്ട് എല്ലാവർക്കും കറക്റ്റായി ലഭിക്കുന്നത്. ഇപ്പോൾ സവാള എല്ലാം നന്നായി തന്നെ വഴഞ്ഞു വന്നിട്ടുണ്ട്. കളറെല്ലാം നന്നായി മാറി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഇതിലോട്ട് ഒരു ചെറിയ തക്കാളി ചോപ്പ് ചെയ്ത് വെച്ചത് ചേർത്ത് കൊടുക്കാം. തക്കാളി നന്നായി തന്നെ വഴഞ്ഞു വരണം. തക്കാളിയുടെ റോസ്മെല്ലാം ഒന്ന് മാറി വരുന്നവരെ വഴറ്റിയെടുക്കാം. ഇപ്പോൾ തക്കാളിയെല്ലാം നന്നായി തന്നെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ടുള്ള പൊടികളും കൂടെ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഞാനിപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല, നമ്മൾ ഓൾറെഡി കടലയിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളതാണ്. ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൊടിച്ച് വെച്ചതാണ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയെല്ലാം എരിവിനനുസരിച്ച് നമുക്ക് കൂട്ടിയും കുറച്ച് എടുക്കാവുന്നതാണ്. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ച് വെച്ചത്, 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡർ. ഇതെല്ലാം ചേർത്ത് നന്നായി ഒന്ന് ചൂടാക്കിയെടുക്കാം. ഫ്ലെയിം ഒന്ന് സിമ്മിൽ വെച്ചിട്ട് പൊടികളെല്ലാം ചൂടാക്കി എടുത്താൽ മതിയാവും, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് കരിഞ്ഞു പോകും. പൊടികളെല്ലാം നന്നായി തന്നെ ചൂടായി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഇതിലോട്ട് വേവിച്ച് വെച്ച കടലയും പൊട്ടാറ്റോയും കൂടെ ചേർത്ത് കൊടുക്കാം. കടലയും പൊട്ടാറ്റോയും ഇപ്പോൾ നന്നായി തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് നമുക്ക് ഉടച്ചു കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഈ സമയം കുറച്ച് വേപ്പില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 2 മിനിറ്റ്സ് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. അപ്പോഴേക്കും കടലയിൽ മസാലയെല്ലാം നന്നായി പിടിച്ചു വന്നിട്ടുണ്ടാവും. ഇപ്പോൾ ഒരു 2 മിനിറ്റ്സ് ആയിട്ടുണ്ട്. നമുക്ക് കറിയൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ കറി ഇവിടെ നല്ല സെറ്റായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. കടലക്കറി ഇപ്പോൾ റെഡിയായ ശേഷം ഒരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇത് നമുക്ക് പുട്ടിൻ്റെ കൂടെയും പത്തിരിയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ എല്ലാം കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒരു തവണയെങ്കിലും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും കൂടെ തന്നെ ഫീഡ്ബാക്ക്സ് ഉണ്ടെങ്കിൽ അറിയിക്കാനും മറക്കരുത്. താങ്ക്